52 ദിവസത്തെ കടലവധിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ തീരമണഞ്ഞു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ഓഗസ്റ്റ് 1 പുലർച്ചെയായിരിക്കും ഇനി ബോട്ടുകൾ വല നീട്ടാൻ ഇറങ്ങുക. പൊതുവെ മീൻ ലഭ്യത കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനവും എത്തുന്നത്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപ് പരമാവധി ചരക്ക് പിടിച്ചെടുക്കാൻ ബോട്ടുകൾ ശ്രമിക്കാറുണ്ടെങ്കിലും പതിവിലും നേരത്തെ ശക്തമായി മഴ വന്നതിനാൽ കുറച്ചു ദിവസം കടലിലിറങ്ങാൻ കഴിഞ്ഞില്ല. കാറ്റിലും മഴയിലും കടലിളകി മറിയുന്നതോടെ മീൻ ലഭ്യത മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയും തെറ്റി. അയല, തിരിയൻ മീനുകൾ മാത്രമാണ് ലഭിച്ചത്. മോശമല്ലാത്ത വില ലഭിച്ചത് മാത്രമായിരുന്നു ആശ്വാസം. ഈ സമയത്ത് ലഭിക്കേണ്ട കണവ, കിനാവള്ളി തുടങ്ങിയവ തീരെ കിട്ടിയില്ല. ലഭ്യത മോശമായതിനെ തുടർന്ന് ബോട്ടുകളിലേറെയും ഡിസംബർ മുതൽ തീരവിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ തന്നെ കടക്കെണിയിലായതിനാൽ വരുമാനം പൂർണ്ണമായി നിലക്കുമെന്ന നിരോധന കാലയളവിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് ബോട്ടുടമകൾ പറയുന്നു. ഇന്നലെ ഹാർബറിൽ തിരിച്ചു കയറിയ ബോട്ടുകളിൽ പലതിലും വലുപ്പം കുറഞ്ഞ കിളിമീനും അയലയുമാണ് ഉണ്ടായിരുന്നത്. മഴയിൽ കടലിളകി മറിഞ്ഞെങ്കിലും ചെമ്മീൻ സാന്നിധ്യം കാര്യമായില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന യാർഡുകളിലായിരിക്കും തിരക്ക്. വലകൾ നന്നാക്കുകയും പുതിയ വലകൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ സജീവമാകും. എന്നാൽ നഷ്ടക്കണക്കിന്റെ കാലമായതിനാൽ ഈ ഇനങ്ങളിൽ വൻതുക ചെലവിടാൻ ബോട്ടുടമകൾക്ക് പൊതുവെ വൈമുഖ്യമാണ്. ഇക്കുറി സീസൺ വളരെ മോശമായിരുന്നുവെന്നും എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു. പകുതിയോളം ബോട്ടുകൾ മാത്രമാണ് സീസണിൽ മുടങ്ങാതെ കടലിൽ പോയത്. അറ്റകുറ്റപ്പണി നടത്താൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് പല ഉടമകളും. 20% ബോട്ടുകൾ ഇരുമ്പ് വിലയ്ക്ക് തൂക്കിവിറ്റതായും പറയപ്പെടുന്നു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ആഗസ്റ്റ് 1 ബോട്ടുകൾ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ മത്സ്യസമ്പത്ത് ലഭിക്കണമെന്നാണ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യം. ന്യൂസ് 1 പറവൂർ.